പെരിയ കൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് ജയിൽ മോചിതരാവുന്നത്. ഇരട്ട കൊലപാതക കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിലാണ് പ്രതികളുടെ മോചനം സാധ്യമായത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ സ്വീകരണമാണ് ജയിൽ മോചിതരാവുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്? കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥലത്തുണ്ട് അല്ലേ? മോത്തി ഏതാണ്ട് രാവിലെ 10 മണിയോട് കൂടി തന്നെ ഈ 4 CPM നേതാക്കളും KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, KV ഭാസ്കരൻ, രാഘവൻ വെളുത്തുൾ ഈ 4 പേര് പുറത്തിറങ്ങും. അവരെ സ്വീകരിക്കാൻ CPM ഏതായാലും CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനുണ്ട്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവർ രാവിലെ തന്നെ, അതായത് ഈ പറയുന്ന ഉത്തരവ് അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെയാകും ജയിൽ സൂപ്രണ്ട് ഇവിടെ എത്തുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അരമണിക്കൂർ മാത്രം മതി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 10:00 തന്നെ ഈ മുഴുവൻ പേരും, അതായത് ഈ 4 CPM നേതാക്കളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അവരെ സ്വീകരിക്കാൻ CPMന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ടാകും. കാസർഗോഡ് വലിയ സ്വീകരണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് നിന്നും CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഒരുപക്ഷെ ഇവിടെ എത്താനൊരു സാധ്യത കാണുന്നുണ്ട്. CPMന്റെ പ്രവർത്തകരും ഇവിടെ എത്തും. നമുക്കറിയാം, ഈ പ്രതികൾ ജയിലിലേക്ക് പ്രവേശിച്ച സമയത്ത് P ജയരാജനടക്കമുള്ള CPM നേതാക്കൾ ഇവിടെ എത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതുമാത്രമല്ല, CPMന്റെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യവും സെൻട്രൽ ജയിലിന് മുമ്പിൽ നമ്മൾ കണ്ടതാണ്. മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് അവരെ ജയിലിനുള്ളിലേക്ക് അയച്ചത്. ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും സമാനമായ രീതിയിൽ വലിയ സ്വീകരണം തന്നെ ഒരുക്കാനാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഹൈക്കോടതി ഈ CPM നേതാക്കൾ 4 CPM നേതാക്കളുടെ ശിക്ഷ അത് മരവിപ്പിച്ചത്. 5 വർഷമായിരുന്നു അവർക്ക് തടവ് അനുവദിച്ചത്. ഏതായാലും ആ കേസിന് മുന്നോട്ട് പോകും. പക്ഷേ ഇനിയുള്ള അതിൽ ഇവർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കുന്നത് വരെയും അവർക്ക് ആ വാദം കേട്ട് അതിലൊരു തീരുമാനം വരുന്നത് വരെയും ഈ 4 CPM നേതാക്കൾക്കും ജാമ്യം ലഭിച്ച് ജാമ്യത്തിൽ നിൽക്കാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ 10 മണിയോട് കൂടി തന്നെയായിരിക്കും ഈ നേതാക്കൾ പുറത്തിറക്കുക. അവർക്ക് വലിയ സ്വീകരണം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ജാമ്യം ലഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശിക്ഷ മരവിപ്പിച്ചത് കൊണ്ട് പുറത്തിറങ്ങാനാവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴും കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിൽ വാദം കേൾക്കേണ്ടതുണ്ട്. അതിൽ വാദം കേട്ടൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അത്രയും സമയം ഇവർക്ക് ജാമ്യത്തിൽ മാത്രമാണ് ഈ 4 പ്രതികളും 4 CPM നേതാക്കളും ഉണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ അതായത് അവർ കുറ്റവാളികളല്ലാതാകുന്നല്ല, അവരെ കുറ്റവിമുക്തരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ജാമ്യ വ്യവസ്ഥയിൽ തന്നെ അവർ തുടരുമെന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ CPMനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമാണ് ഈ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ നേരത്തെ തന്നെ ഇവർ യഥാർത്ഥ പ്രതികളല്ല, അവരെ വ്യാജ കേസുകളിലാണ്, അല്ലെങ്കിൽ CBI മനഃപൂർവ്വം ഇവർക്കെതിരെ കുറ്റം ചുമത്തി പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന് CPM തന്നെ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഈ കേസിൽ മൊത്തം 14 പ്രതികളുണ്ട്. അതിൽ 4 CPM നേതാക്കൾക്ക് മാത്രമാണോ അതോ മുഴുവൻ പ്രതികൾക്കും CPM ഒരു വേള തള്ളിപ്പറഞ്ഞ മുഴുവൻ പ്രതികൾക്കും പാർട്ടി പിന്തുണ നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതെ, തീർച്ചയായും ഫെലിക്സ്, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും